ഹായ്, അസ്സലാമലൈക്കും. അപ്പോൾ 4 മണി ചായക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ നനച്ചത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് നല്ല നാടൻ മട്ട അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു മുറി തേങ്ങ, ചക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്കായ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൽ നനച്ചത് റെഡിയാക്കിയെടുക്കാം. അതിന് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല നാടൻ മട്ട അവലാണ് എടുക്കുന്നത്. അത് നമുക്ക് ആവശ്യത്തിന് എടുത്തു കൊടുക്കാം. ഇപ്പം ഞാൻ അരമുറി തേങ്ങയ്ക്കുള്ളത് അവൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം അവൽ തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏലക്കായ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് അല്ലേ? മഴയൊക്കെ ഉള്ളൊരു ദിവസം കൂടിയാണെന്ന്. അപ്പോൾ ഈവനിങ് സമയത്ത് മഴയൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അവൽ നനച്ചത്. അപ്പോൾ അതിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്തത് മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇത് തേങ്ങയും ഏലക്കായയും ശർക്കരയും ഒക്കെ അവലിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ അവൽ നനച്ചതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനോടൊപ്പം പാൽ ചായയും കൂട്ടി കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പാൽ ചായയോടൊപ്പം അവൽ നനച്ചത് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള അടിച്ച പാൽ ചായയും അവൽ നനച്ചതും ഈ മഴയുള്ള ആ ഒരു സമയത്ത് കുടിക്കാൻ നല്ല സുഖവും കഴിക്കാൻ നല്ല ടേസ്റ്റും. അപ്പോൾ അവൽ നനച്ചതും ചായയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ചൂടുള്ള ചായയോടൊപ്പം അവൽ നനച്ചതും കൂട്ടി കഴിക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.